സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. സദസ്യവാക്യങ്ങൾ 12-25 വാക്യം. ആത്മസംതൃപ്തിയും സ്വരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകത്ത് ഹൃദയങ്ങൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നതിന് പകരം പൂർത്തി വയ്ക്കാൻ നമുക്ക് പ്രലോഭനം ഉണ്ടാകും. എന്നിരുന്നാലും ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. സദസ്യവാക്യം 12-24 വാക്യം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സംസ്കാരം അഭിവൃദ്ധിയെ നിർവചിക്കുന്നത് കൂടുതൽ ഉള്ളതായിട്ടാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും എന്നാണ്. ദൈവത്തിൻ്റെ പരിമിതികളില്ലാത്തതും നിരുപാധികവുമായ സ്നേഹവും ഔദാര്യവും നമുക്ക് നിരന്തരം നവചൈതന്യം പകരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു ദാതാവിൻ്റെ ഹൃദയം ഉണ്ടായിരിക്കാനും അനന്തമായ ദാനചക്രങ്ങൾ സൃഷ്ടിപ്പാനും കഴിയും. കാരണം എല്ലാം നല്ല കാര്യങ്ങളുടെയും ദാതാവായ സമൃദ്ധി നൽകുന്ന ഒരിക്കലും മടുക്കാത്തവനുമായ ദൈവത്തെ നമുക്കറിയാം. മറ്റുള്ളവരുടെ ഔദാര്യം യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ നിങ്ങളെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്? ഈ ആഴ്ച നിങ്ങളുടെ ആവശ്യങ്ങൾ മുകളിലായി മറ്റൊരാളുടെ ആവശ്യങ്ങൾ എങ്ങനെ നൽകാനാകും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയതുപോലെ ഉദാരമായി നൽകാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.